ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നിവിടെ രാവിലത്തെ കാപ്പിക്ക് ഗോതമ്പ് പുട്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് കുറച്ച് പുട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് ചൂടാക്കി പുട്ടാക്കി കഴിക്കാനൊക്കെ ഇവിടെ വലിയ പാടാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് അത് സ്നാക്സ് ആക്കി കൊടുക്കാമെന്ന്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചു. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഞാനിവിടെ 2 ഏത്തപ്പഴമാണ്, ഒന്ന് പഴുത്ത പഴമാണ്. അതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ കൂടി തന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 എടുത്തിരിക്കുന്നത്. അതും ഒരു 3-4 പീസൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഈ നെയ്യിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് വലുതായിട്ടങ്ങ് കരിഞ്ഞു പോകരുത്. ചെറിയ രീതിയിലൊന്ന് നെയ്യിൽ കിടന്നൊന്ന് മൊരിയട്ടെ. ഇത് മൊരിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ബാലൻസ് പുട്ടാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബാലൻസായ കുറച്ച് ഗോതമ്പ് പുട്ടാണ്. അതിനെ ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്ട്രാ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ നെയ്യിൽ കിടക്കുന്ന ഏത്തപ്പഴം, നട്ട്സ് ഐറ്റം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് പുട്ടിലൊക്കെ തേങ്ങ കൂടുതൽ ചേർക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. നമ്മൾ ഇതിൽ കുറേ തേങ്ങ ഉണ്ട്. അതൊക്കെ ഏതാണ്ട് രാവിലത്തെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ട് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ തേങ്ങയും കൂടെ. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സായി ഒന്ന് ചൂടായി ചെറിയതായിട്ട് മൊരിവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും മധുരം നോക്കിയതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണിത്. നമ്മുടെ ബാലൻസ് വന്ന പുട്ട് വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓണാക്കുക. തുടർന്നിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.